ഞങ്ങള് യാത്ര പറഞ്ഞതാണ് റോണിയോട്. കാരണം റോണിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോവുകയാണെന്നുള്ള. അവന് നല്ലൊരു ടെൻഷൻ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായി. ചിലപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും, മനുഷ്യന്മാരെക്കാൾ ബുദ്ധിയല്ലേ ഇപ്പോഴത്തെ ഒക്കെ പട്ടിക്കൊക്കെ അല്ലേ. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് മുകളിലല്ലേ താമസിക്കുന്നത്, അത് കാരണം ഈ താഴെയെല്ലാം എടുത്ത് എല്ലാം വെക്കണതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ സഹായിക്കാൻ. അനിയന്മാരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായി. ഡ്രൈവർമാർ ചേട്ടന്മാരാണെങ്കിലും എല്ലാവരും ഇത് അനിയനാണ് കേട്ടോ. ഡ്രൈവർമാർ ചേട്ടനാണെങ്കിലും നമ്മളെല്ലാവരും സഹായിച്ചു. ചില ഡ്രൈവർമാരൊന്നും സഹായിക്കില്ല കേട്ടോ, ചിലവർ നല്ല സപ്പോർട്ടായിരിക്കും. ഇത് ചേട്ടനും അനിയനും തന്നെയായിരുന്നു. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ, എടുക്കാനും വെക്കാനും ഒക്കെ. നല്ല നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. ഞങ്ങളിനി ഇവിടുന്ന് യാത്ര പറയുന്നതിൻ്റെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇറങ്ങും. സാധനമൊക്കെ കയറി തീരാറായിട്ടുണ്ട് ഏകദേശം. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 2 വണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് പിടിച്ചത്. 2 വണ്ടിയിൽ ഒരുമിച്ച് ഇങ്ങ് വന്നല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തും പോക്കും ഭയങ്കര പാടായിരിക്കും. അത് കാരണം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. 2 വണ്ടി ഒരുമിച്ച് ലോഡാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങ് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഇതായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ചേച്ചിക്ക്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ അവർക്ക് നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അച്ഛൻ്റെ എന്താ പറയുക എങ്ങനെയാണെന്നൊരു ഭയങ്കര ചടങ്ങായിരുന്നു. നമ്മൾ ഡോണേനിങ് കൊണ്ടുവന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ മേശയും അതും ഇതും വെയിറ്റുള്ള കുറേ സാധനമുണ്ട്. ഞാൻ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കവറ് പാല് കൊണ്ടുവന്ന് ഒരു കുഞ്ഞ് പാത്രം മേടിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് വീടല്ലേ, കുഞ്ഞ് പാത്രം മേടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാല് കാച്ചിട്ടേട്ടാ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ സ്വന്തമായി വലിയൊരു വീടെടുത്ത് അവിടെ നല്ല അടിപൊളിയായിട്ട് പാല് കാച്ചാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ കാച്ചു തന്നു കേട്ടോ. ഞാൻ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാണ് കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും. ഞാൻ ആരോടും പേര് വിളിച്ച് പറയുന്നില്ല കേട്ടോ. എന്നെ ആദ്യം മുതൽ വണ്ടിയും കൊണ്ടും ഒക്കെ സഹായിച്ച് എല്ലാവരും പൈസ കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാലടുപ്പത്ത് കയറ്റാൻ നിങ്ങളെയൊക്കെ ഈ സഹായിച്ച എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും തന്നെയാണ്. അതെല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. പഴയ വീടാണെങ്കിൽ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റി, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനൊക്കെ തളർന്ന് ചത്തു എന്ന് പറയാം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. എൻ്റെ മുഖമൊക്കെ കണ്ട വല്ലാണ്ടിരിക്കുകയാണ് തളർന്നിട്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വെച്ചാൽ നനഞ്ഞ തുണിക്കകത്തായിരുന്നു ഇതൊക്കെ വെച്ചേക്കുന്നത്. ഇത് സ്ലാബിൻ്റെ ഒന്നും തേച്ചില്ല കേട്ടോ. എവിടെയെല്ലാം കുറച്ച് തേക്കാനുണ്ട്, വാർത്തിട്ടേക്കായിരുന്നു. ഇത് കുറച്ചുകൂടെ പണിയുണ്ട്, ഒക്കെ നമുക്ക് ചെയ്യാം ക്രമേണ അല്ലേ. കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പോരെ നമ്മുടെ വീട്ടിൽ പാല് കാച്ചിട്ട് നമ്മളെ വീട്ടിൻ്റെ പാല് കിട്ടിയേട്ടാ. ഇതൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ഓഫാക്കിയാണ് കേട്ടാക്കിയില്ലേ. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, നമ്മളെ സഹായിച്ച എല്ലാവരോടും സത്യം പറഞ്ഞാൽ ഭയങ്കര എല്ലാവരോടും. ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല, അന്നേരം ഒരാൾ ഒഴിവായി എന്ന് വിചാരിക്കും. നമ്മൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എല്ലായിലും. അത് സ്ഥലം നോക്കുന്ന സമയം മുതൽ ഈ സമയം വരെ എന്തൊക്കെ നമുക്ക് സഹായങ്ങൾ കിട്ടണോ അത്രയും സഹായങ്ങൾ നമുക്ക് എല്ലായിലും കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും നമ്മളെല്ലാവരും നന്ദി പറയാണ്. വിനോട്ടം വീഡിയോ ഇടിക്കുകയാണ്. വിനോട്ടാ ഒന്ന് പറയും എല്ലാവരോടും നമ്മുടെ നന്ദി. അത് എങ്ങനെ മാത്രം പറയണമെന്നോ, എങ്ങനെയാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് നമുക്കറിയില്ല കേട്ടാ. എല്ലാവരോടും നമ്മളെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചു. എല്ലാവരോടും നമ്മൾ ഭയങ്കരമായി നന്ദി പറയാണ്. ആദ്യം മുതൽ ഈ ഒരു സമയം വരെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അത് പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട്, തടി കൊണ്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട്, വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. എല്ലായിലും ഒരിക്കൽ പോലും എന്താ പറയുക, നമ്മളൊറ്റക്കാണെന്ന് തോന്നിപ്പിക്കാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ അനിയന്മാരെല്ലാം വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരോടും നമ്മൾ എന്താ പറയുക, മനസ്സ് തട്ടിയിട്ട് നമ്മൾ പറയാണ് ഭയങ്കര നന്ദി. ശരിക്കും സന്തോഷം, സ്നേഹം എല്ലാം ഇത്.
തെറ്റിയിട്ട്